ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. എന്നും രാവിലെ ഇഡ്ഡലി ദോശയൊക്കെ കഴിച്ച് മടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്ക്. വളരെ ഹെൽത്തിയാണ്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. ചട്നിയോ സാമ്പാറോ ഒന്നുമില്ലാതെ നമുക്കിത് കഴിക്കാം. ഇത് കഴിച്ചു നോക്കിയാൽ ഇതിൻ്റെ രുചി കാരണം നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. പക്ഷേ ഇതിൻ്റെ ഒരു പീസ് മാത്രം കഴിച്ചാൽ നമുക്ക് വയറ് നിറയും. അപ്പോൾ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. നമ്മളുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ദോശ മാവാണ് നമുക്ക് വേണ്ടത്. ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്ന ആ മാവ് എടുത്ത് വെച്ചാലും മതിയാകും. നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയ മാവായിരിക്കണം എന്ന് മാത്രം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് ചേർക്കാം. ഞാനിവിടെ 2 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. അപ്പം ഞാൻ ആ 2 കോഴിമുട്ടയും പൊട്ടിച്ചതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ ആ മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് ഒരു ബ്രഷ് ഉപയോഗിച്ച് പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി ഈ പാനിലേക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. നമ്മൾ ദോശ ഉണ്ടാക്കുന്നത് പോലെ വളരെ നേരിയതായിട്ട് പരത്തിയല്ല ഇതുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഫ്രൈയിങ് പാൻ വെച്ചത്. അല്ലെങ്കിൽ നമുക്ക് തവ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത് കുറച്ച് കട്ടിയിൽ വേണം. ഇത് നമ്മളൊരു ബേസ് പോലെയാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. 3-4 തവി ദോശ മാവ് ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം ഈ മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. ഇനിയുള്ളത് മുഴുവനും നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇനി ഈ ദോശയുടെ മുകൾ ഭാഗം ഒന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പോ പുരട്ടി കൊടുക്കാം. ദോശയുടെ എല്ലാ ഭാഗത്തും പുരട്ടി കൊടുക്കണം. ദോശയുടെ മുകൾ ഭാഗം നന്നായി കുക്കായിട്ടുണ്ടാവണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ സോസ് നന്നായിട്ട് പുരട്ടി കൊടുക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മൂടി ഉപയോഗിച്ച് 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചാൽ മതിയാകും. സോസ് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. പാൻ ഒന്ന് ചുറ്റിച്ച് ഈ മുട്ട എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കണം. ഇതിലേക്ക് ഇനി കുറച്ച് ചീസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ചീസ് ബ്ലോക്കാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് ഒന്ന് ചീവി ചേർക്കാം. ചീസിൻ്റെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ഷെഡാർ ചീസും ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് മോസറല്ല ചീസും ഇതിൻ്റെ പുറത്തേക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. മോസറല്ല ചീസിന് കുറച്ച് ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കാൻ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് അണിയൻ റിങ്സ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നേരിയതായി കട്ട് ചെയ്ത ക്യാപ്സിക്കവും ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കുറച്ച് ചേർത്താൽ മതി. അതിൽ നിന്ന് വെള്ളം ഊറി വരുന്നത് കൊണ്ട് കുറച്ച് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുത്ത ക്യാരറ്റാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജൂലിയനായിട്ട് കട്ട് ചെയ്തും ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് അവിടെ ഇവിടെയായിട്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം. ഒത്തിരി എരിവ് വേണ്ടവർക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പച്ചമുളകിൻ്റെ പകുതിയാണ് കട്ട് ചെയ്ത് ചേർത്തത്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി അവിടെ ഇവിടെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിൽ ചേർത്തിട്ടുള്ള വെജിറ്റബിളൊക്കെ നിങ്ങളുടെ കൈകളിലുള്ളത് മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളതാണ് ചേർക്കുന്നത്. ക്യാപ്സിക്കമൊക്കെ ഇല്ലെങ്കിൽ ചേർക്കാൻ നിൽക്കണ്ട. ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ചേർക്കാം. സ്പ്രിംഗ് അണിയൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിയിലയുടെ കൂടെ തന്നെ സ്പ്രിംഗ് അണിയനും നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. കയ്യിലുള്ളതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് തരിയായി പൊടിച്ച കുരുമുളക്
ഒരു 1/4 ടീസ്പൂൺ ഒന്ന് തൂവി കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചീസിനും സോസിനൊക്കെ ഉപ്പുള്ളതാണ്, മുട്ടയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഷെഡാർ ചീസാണ് കേട്ടോ. ചീസ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് മൂടി വെച്ച് 3 മിനിറ്റ് അല്ലെങ്കിൽ 4 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ചൂടാക്കാം. അല്ലെങ്കിൽ ഈ ചീസൊക്കെ ഒന്ന് നല്ലതുപോലെ മെൽറ്റ് ആകുന്നത് വരെ ചൂടാക്കുക. ഇപ്പം മുകളിൽ ചേർത്തിട്ടുള്ള ചീസൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇതിൻ്റെ താഴത്തുനിന്ന് ഒന്ന് വെടിവെച്ചെടുക്കാം. താഴെ കരിയാതെ നോക്കണം കേട്ടോ. അതാണ് ലോ ഫ്ലെയിമിൽ നമ്മളിത് കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞത്. ആദ്യം മുതലേ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യാൻ തുടങ്ങിയത്. അവസാനം വരെയും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പിസ്സ പോലെ തന്നെയാണ് ഇതിൻ്റെ രുചിയും. വളരെ ടേസ്റ്റിയാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. പിസ്സ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണമെങ്കിൽ നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ക്വാർട്ടറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതൊരു പീസ് ഒരാൾക്ക് അധികമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. നമ്മൾ ദോശ കഴിക്കുന്നതിലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ രാവിലെ ദോശയും ഇഡ്ഡലിയും കഴിക്കുന്നതിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.